ഹലോ എവരിവൺ, എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതെല്ലാമാണെന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പൊതുവെ എന്ത് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഡാമുകൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതെല്ലാമാണ്, അത് എവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, വെച്ച് താമസിപ്പിക്കുന്നില്ല, വീഡിയോ കിടക്കാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ ഡാംസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഓക്കെ, ആദ്യം വരുന്നതാണ് ഗ്രാൻഡ് അണക്കെട്ട്. ഓക്കെ, ഗ്രാൻഡ് അണക്കെട്ട് എന്ന് പറയുന്നത് നോക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അണക്കെട്ടാണെന്ന് പറയുന്നത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അണക്കെട്ടാണെന്ന് പറയുന്നത് ഗ്രാൻഡ് അണക്കെട്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിക്ക് കുറുകെയാണ് ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാവേരി, അപ്പൊ എന്താണ് നമ്മുടെ തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രാൻഡ് അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാൻഡ് അണക്കെട്ടിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് കല്ലണൈ എന്നാണ്. ഓക്കെ, കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് എന്ന അർത്ഥം വരുന്ന കല്ലണൈ എന്നുള്ളതാണെന്ന് പറയുന്നത് ഗ്രാൻഡ് അണക്കെട്ടിന്റെ പഴയകാല പേരെന്ന് പറയുന്നത്. ഓക്കെ, BC 100 അല്ലെങ്കിൽ AD 100 കാലഘട്ടത്തിനിടയ്ക്ക് കരികാലച്ചോളം നിർമ്മിച്ച കല്ലണൈ 19ാം നൂറ്റാണ്ടിൽ പുതുക്കെ പണിഞ്ഞു ഗ്രാൻഡ് അണക്കെട്ട് എന്ന പേര് നൽകുകയായിരുന്നു. ഓക്കെ, അതായത് കരികാലച്ചോളം എന്ത് ചെയ്തു, ഈ പറയുന്ന BC 100നും AD 100നും എന്ത് ചെയ്തു, ഇടയ്ക്ക് പണി കഴിപ്പിച്ചെന്ന് വിശ്വസിക്കുന്ന കല്ലണൈ ഡാം എന്തു 19ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുക, പുതുക്കെ പണിഞ്ഞ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഗ്രാൻഡ് അണക്കെട്ടായിട്ട് മാറുകയായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യത്തെ ഡാം എന്ന് പറയുന്നതാണ് ഗ്രാൻഡ് അണക്കെട്ടാണ്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഡാം എന്ന് പറയപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്, ഈ പറഞ്ഞ ഗ്രാൻഡ് അണക്കെട്ട്. അതിനറിയപ്പെടുന്നത് കല്ലണൈ എന്നാണ്. എന്താണ് കല്ലണൈ എന്നാണ്. തമിഴ്നാട്ടിലെ ഏത് നദിക്ക് കുറുകെയാണ്, കാവേരി നദിക്ക് കുറുകെയാണ്. ഓക്കെ, എന്നാണ് തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെയാണെന്ന് പറയുന്നത് ഈ കല്ലണൈ കെട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗ്രാൻഡ് അണക്കെട്ട് മറ്റൊരു പേര് കല്ലണൈ എന്നാണ്. കരികാലച്ചോളന്റെ കാലത്താണ് പറയുന്നത് എന്താണ് BC 100നും AD 100നും ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ 19ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുക, പുതുക്കി പണി ഇന്ന് കാണുന്ന ഗ്രാൻഡ് അണക്കെട്ടായിട്ട് മാറുകയായിരുന്നു. ഓക്കെ, അടുത്തതാണ് ഹിരാക്കുഡ് ഡാം. എന്താണ് ഹിരാക്കുഡ് ഡാം? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നറിയപ്പെടുന്ന ഡാം ഏതാണ്, അത് ഹിരാക്കുഡ് ഡാം ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നറിയപ്പെടുന്ന ഈ ഡാമാണ്, അത് ഹിരാക്കുഡ് ഡാം ആണ്. ഓക്കെ, ഹിരാക്കുഡിന്റെ അണക്കെട്ടിന്റെ പ്രധാന ഭാഗത്തിന് 4.8 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ദൈർഘ്യമുണ്ട്. ഹിരാക്കുഡിന്റെ അണക്കെട്ടിന്റെ പ്രധാന ഭാഗത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, 4.8 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ദൈർഘ്യമുണ്ട്. ഒഡീഷയിലെ സാമ്പൽപൂർ ജില്ലയിലെ മഹാനദി കുറുകെയാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്തത്. എവിടെയാണ്, ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഒഡീഷയിലെ ഏത് നദിക്ക് കുറുകെ, മഹാനദിക്ക് കുറുകെ. ഏത് നദിക്ക് കുറുകെ, മഹാനദിക്ക് കുറുകെയാണെന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഈ പറയുന്ന ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ 1947 നിർമ്മാണം ആരംഭിച്ച ഹിരാക്കുഡ് 1957 ഉദ്ഘാടനം ചെയ്തു. 1947 എന്ത് ചെയ്തു, അതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 1957 എന്ത് ചെയ്തു, ഉദ്ഘാടനം പൂർത്തിയാക്കുകയായിരുന്നു. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നറിയപ്പെടുന്ന ഏതാ ഡാമാണ്, അത് ഹിരാക്കുഡ് ഡാമാണ്. ഒഡീഷയിലാണ്, മഹാനദിക്ക് കുറിയാണ് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പ്രധാന ഭാഗത്തിന് 4.8 കിലോമീറ്റർ എന്തുണ്ട്, ദൈർഘ്യമുണ്ട്. 1947 നിർമ്മാണം ആരംഭിച്ച ഈ ഹിരാക്കുഡ് ഡാം പിന്നെ എന്ത് സംഭവിച്ചു, 1957 എന്ത് ചെയ്തു, അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. അടുത്തത് തെഹിരി ഡാം. എന്താണ് തെഹിരി ഡാം അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്നറിയപ്പെടുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത് തെഹിരി അണക്കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്നറിയപ്പെടുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത് തെഹിരി അണക്കെട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഹിരാക്കുഡും തെഹിരിയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഹിരാക്കുഡ് എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണെന്ന് അറിയപ്പെടുന്നത് എന്താണ്, അതാണ് ഹിരാക്കുഡ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹൈറ്റിൽ എന്താണ് ഏറ്റവും വലിപ്പത്തിൽ നിൽക്കുന്നത് അല്ലെ, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് അറിയപ്പെടുന്നത് എന്തെന്ന് പറയുന്നത് തെഹിരി അണക്കെട്ട് എന്ന് പറയുന്നത്. നീളം കൂടിയതും ഉയരം കൂടിയതും രണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, ഉയരം കൂടിയത് തെഹിരിയും നീളം കൂടിയത് ഹിരാക്കുഡുമാണ്. ഓക്കെ, തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് 260.5 മീറ്റർ ആണ് തെഹിരി അണക്കെട്ടിന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, 260.5 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്, തെഹിരി അണക്കെട്ടിന്റെ ഉയരം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡില് ഭഗീരഥി നദിക്ക് കുറുകെയാണ് തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 1978 നിർമ്മാണം ആരംഭിച്ച തെഹരയുടെ ആദ്യഘട്ടം 2006 പൂർത്തീകരിച്ചത്. ഓക്കെ,
അതായത് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദി എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള നദിയാണ് ഈ പറയുന്നത് ഭഗീരഥി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭഗീരഥി നദിക്ക് കുറുകെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗീരഥി നദിക്ക് കുറുകെ ഉത്തരാഖണ്ഡിലാണ് ചെയ്യുന്നത് തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് അല്ലെങ്കിൽ അണക്കെട്ട് എന്നറിയപ്പെടുന്ന അണക്കെട്ടാണ് അത് പറയുന്നത് തെഹിരി അണക്കെട്ടെന്ന് അറിയപ്പെടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മനസ്സിലാവും 1978 നിർമ്മാണം ആരംഭിച്ച തെഹിരിയുടെ എന്താണ് പൂർത്തീകരണം അല്ലെങ്കിൽ ആദ്യഘട്ടം 2006 എന്ത് ചെയ്തു? പൂർത്തിയാവുകയായിരുന്നു. 2006 ഇത് പൂർത്തി ആവുകയായിരുന്നു. ഓക്കെ, അടുത്താണ് ചമ്പൽ. ഏതാണ്? ചമ്പൽ അണക്കെട്ട് നോക്കാം. ചമ്പൽ നദിയിൽ രാജസ്ഥാനും മധ്യപ്രദേശും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണെന്ന് പറയുന്നത് ചമ്പൽ അണക്കെട്ട് എന്ന് പറയുന്നത്. എന്താണ്? രാജസ്ഥാനും അതേപോലെ തന്നെ മധ്യപ്രദേശിനും രാജസ്ഥാനും മധ്യപ്രദേശിനുമായിട്ട് ഇടയിൽ എന്ത് ചെയ്തു? നിർമ്മിക്കപ്പെട്ട അവർ രണ്ടുപേർക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ട ഡാം എന്ന് പറയുന്നത് ഏതാണ്? അത് ഈ പറഞ്ഞ ചമ്പലാണ്. ഏതാണ്? ചമ്പൽ ആണ്. ചമ്പൽ ഡാം എന്ന് പറയുന്നത് രാജസ്ഥാനും മധ്യപ്രദേശിനും വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാമാണെന്ന് പറയുന്നത് ചമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധി സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, ജവഹർ സാഗർ ഡാം, കോട്ട ഡാം എന്നിവ ചമ്പൽ പദ്ധതിയിൽ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. ഓക്കെ, ഈ ചമ്പൽ അണക്കെട്ടുകളിനകത്ത് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതെല്ലാമാണ്? ചെറിയ ചെറിയ അണക്കെട്ടുകൾ ഏതെല്ലാം നോക്കാം. ഗാന്ധി സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, ജവഹർ സാഗർ ഡാം, കോട്ട ഡാം എന്നിവ ഈ ചമ്പൽ അണക്കെട്ടിന്റെ പ്രധാനപ്പെട്ട മറ്റ് അണക്കെട്ടുകൾ ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. 1960 രാജസ്ഥാൻ മധ്യപ്രദേശ് അതിർത്തിയിലാണ് ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 1960 ഈ പറയുന്ന രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെ എന്താണ് അതിർത്തിയിലാണ് ഈ പറയുന്ന ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ചമ്പൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ പറഞ്ഞ സാഗർ ഡാമാണ്, ഗാന്ധി സാഗർ ഡാമാണ്. ചമ്പൽ അണക്കെട്ട് എന്ന ചമ്പൽ എന്ന് പറയുന്ന പദ്ധതി ചമ്പൽ എന്ന് പറഞ്ഞ അണക്കെട്ട് പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ട് എന്ന് പറയുന്നത് ഈ ഗാന്ധി സാഗർ ഡാം അല്ലെങ്കിൽ ഗാന്ധി സാഗർ അണക്കെട്ടാണ്. ഗാന്ധി സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാണ പ്രതാപ് സാഗർ, കോട്ട, ജവഹർ സാഗർ എന്നീ ഡാമുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഈ പറയുന്ന രാജസ്ഥാനിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ആണല്ലോ. ചമ്പൽ എന്ന് പറയുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഡാമാണ് ഈ പറഞ്ഞ ചമ്പൽ എന്ന് പറയുന്നത് അല്ലെ. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ടും കുറെ ഡാമുകൾ അതിനകത്ത് ഒന്ന് പറയുന്നതാണ് ഗാന്ധി സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, അതേപോലെ എന്താണ് കോട്ട ഡാം, അതേപോലെ എന്താണ് ജവഹർ സാഗർ ഡാം എന്നീ പറയുന്ന 4 ഡാമുകൾ പ്രധാനമായിട്ടും ഉള്ളത്. അതായത് ഗാന്ധി സാഗർ ഡാം എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഡാമാണ്. 1960 രാജസ്ഥാനിലും മധ്യപ്രദേശിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ട ഡാം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഗാന്ധി സാഗർ ഡാമാണ്. ഓക്കെ, അപ്പൊ ചമ്പൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദ്യം നിർമ്മിച്ച ഡാം എന്ന് പറയുന്നത് ഈ ഗാന്ധി സാഗർ ഡാമാണ്. ഓക്കെ, അടുത്തത് സർദാർ സരോവർ അണക്കെട്ട്. എന്താണ്? സർദാർ സരോവർ അണക്കെട്ട്. നിങ്ങൾ ഫോട്ടോ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത് സർദാർ സരോവർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ഈ പറയുന്ന നർമ്മദ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്? സർദാർ സരോവർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇതാണ് സർദാർ സരോവർ അണക്കെട്ട് എന്ന് പറയുന്നത്. നർമ്മദ നദിയെയും അതിന്റെ പോഷക നദികളെയും ചേർത്ത് രൂപം നൽകിയിരിക്കുന്ന അന്തർ സംസ്ഥാന വിവിധോദ്ദേശ പദ്ധതിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന സർദാർ സരോവർ എന്ന് പറയുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 1979 സർദാർ സരോവർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2017 അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തെന്നുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാല് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത് ഗുജറാത്തില് നർമ്മദ നദിക്ക് കുറുകെ ഗുജറാത്തില് നർമ്മദ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. സർദാർ സരോവർ ഡാം എന്ന് പറയുന്നതാണ് ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഡാമാണെന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. ആണല്ലോ. നർമ്മദ നദിയും അതിലെ പോഷക നദികളെയും ചേർത്ത് രൂപം നൽകിയിരിക്കുന്ന അന്തർ സംസ്ഥാന വിവിധോദ്ദേശ പദ്ധതിയാണ്. അതായത് ഒരു സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളായിട്ട് വിവിധ ഉദ്ദേശങ്ങൾക്കായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ചെയിൻ ആയിട്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന സർദാർ സരോവർ അണക്കെട്ടുകൾ എന്ന് പറയുന്നത്. സർദാർ സരോവറുകൾ എന്ന് പറയുന്നത്. ഗുണഭോക്താക്കൾ ആരെല്ലാം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാന്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അടുത്ത് കിടക്കുന്ന 4 പേര് എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാണ്. ആരൊക്കെയാണ്? രാജസ്ഥാന്, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇവർ 4 പേര് എന്താണ്? ഇതിന് പ്രധാനപ്പെട്ട ഉപഭോക്താക്കളാണ്. നർമ്മദ നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലാണ് പ്രധാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് 4 സംസ്ഥാനങ്ങളാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാന്, മഹാരാഷ്ട്ര എന്നിവയാണ് പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. 1979 നിർമ്മാണം ആരംഭിച്ച ഈ ഡാം 2017 എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്താണ് ഭക്രാനങ്കൽ.
അല്ലെ നമ്മൾ കേട്ടിട്ടുള്ള ഡാമാണ് ഈ പറയുന്ന ഭക്രാനങ്കൽ. സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഈ പദ്ധതിയിലെ പ്രധാന അണക്കെട്ടായിട്ടുള്ള ഭക്ര ഡാം ഹിമാചൽ പ്രദേശിൽ, നങ്കൽ ഡാം പഞ്ചാബിലുമാണ്. ഓക്കെ, അതായത് രണ്ട് ഡാമുകളെല്ലാം കൂടെ ചേർന്നിട്ട് അറിയപ്പെടുന്ന ഡാമാണ് ഈ പറയുന്ന ഭക്രാനങ്കൽ അണക്കെട്ടുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഭക്രാനങ്കൽ അണക്കെട്ടുകൾ എന്ന് പറയുന്നത്? എന്താണ് ഈ പറയുന്ന രണ്ട് ഡാമുകൾ ചേർന്നിട്ടുള്ള, അതായത് രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നു ഗുണങ്ങളുള്ള ഡാമാണ് ഈ പറയുന്നത് ഭക്രാനങ്കൽ എന്ന് പറയുന്നത്. സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സത്ലജ് നദിയിൽ, അതായത് സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസിൽ എന്താണ് ഈ പറയുന്ന സത്ലജ് നദിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഭക്രാനങ്കൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പ്രധാന അണക്കെട്ടായിട്ടുള്ള എന്താണ് ഭക്ര എന്ന് പറയുന്നത്, ഭക്ര ഡാം ഹിമാചൽ പ്രദേശിലും, നങ്കൽ ഡാം പഞ്ചാബിലുമാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. 226 മീറ്റർ ഉയരമുള്ള ഭക്ര അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി രണ്ടാമത്തെ അണക്കെട്ടാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഈ പറയുന്ന തെഹ്രി ഡാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നീളമുള്ള മറ്റു രണ്ടാമത്തെ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന ഭക്രാനങ്കൽ അണക്കെട്ടാണ്. ഓക്കെ, അതുപോലെ ഭക്ര അണക്കെട്ടിന് രൂപം കൊടുത്ത തടാകമാണ് ഗോവിന്ദ് സാഗർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഭക്ര അണക്കെട്ട് മൂലം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറയുന്ന ഗോവിന്ദ് സാഗർ ഡാമാണ്. അല്ലെ, നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ഡാം മനുഷ്യനിർമ്മിത ഈ പറയുന്ന തടാകം എന്നറിയപ്പെടുന്നത് ഏതാണ്? അല്ലെ, ഇന്ത്യയിലെ അത് ഈ പറയുന്ന ഗോവിന്ദ് സാഗർ തടാകമാണ്. അല്ലെ, ഗോവിന്ദ് സാഗർ തടാകമാണ്. അപ്പൊ ഈ ഗോവിന്ദ് സാഗർ തടാകം രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന ഭക്ര അണക്കെട്ട് ഉള്ളതാണ്. ഓക്കെ, അതുപോലെ ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ചണ്ഡീഗഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഭക്രാനങ്കൽ, കാര്യം ഭക്ര എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറഞ്ഞ പഞ്ചാബിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന സത്ലജ് നദിയിൽ കുറുകെ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഈ ഭക്രാനങ്കൽ എന്ന ഡാമുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഡാമുകളാണ് ഈ പറയുന്ന ഭക്രാനങ്കൽ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഭക്രാനങ്കൽ രൂപം കൊടുത്തിട്ടുള്ള തടാകം എന്നറിയപ്പെടുന്നതാണ് ഗോവിന്ദ് സാഗർ തടാകമാണ്. അതേപോലെ തന്നെ ഹരിയാന, രാജസ്ഥാന്, അതേപോലെ തന്നെ ഹരിയാന, രാജസ്ഥാന്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം ഉറി അണക്കെട്ട്. ഇതാണ് ഉറി അണക്കെട്ട്. നോക്കാം, ചലം നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണെന്ന് പറയുന്നത് ഉറി അണക്കെട്ടാന്ന് പറയുന്നത്. എന്താണ് ചലം നദിക്ക്, അല്ലെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയാണ് പ്രധാനപ്പെട്ട സിന്ധു നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ചലം നദിക്ക് കുറെ എന്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അണക്കെട്ടെന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഉറി അണക്കെട്ടെന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിലെ വരാമുള്ള ജില്ലയിലാണ് ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ജമ്മു കാശ്മീരിലെ വരാമുള്ളയിലാണ് പറയുന്നത് ഈ പറയുന്ന ഉറി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉറി എന്ന സ്ഥലത്താണ് ഈ പറയുന്നത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത് ഉറി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ പാകിസ്ഥാൻ എന്താണ് നയതന്ത്ര രേഖയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണെന്ന് പറയുന്നത് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ഉറി അണക്കെട്ടെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം നാഗാർജുന സാഗർ ഡാം. ഇതാണ് നാഗാർജുന സാഗർ ഡാം. നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മേസണറി ഡാമുകളിൽ ഒന്നാണ് ഈ നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത്. അതായത് മേസണറി വസ്തുക്കളും മറ്റും ഉപയോഗിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അല്ലെ കല്ലുകൾ, അതേപോലെ തന്നെ ക്ലേ, അതേപോലെ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പഴയ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന നാഗാർജുന സാഗർ ഡാം എന്നറിയപ്പെടുന്നത്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായിട്ട് കൃഷ്ണ നദിക്ക് കുറുകെയാണെന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായിട്ട്, അപ്പൊ പണ്ട് ഒറ്റ ഇതായിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായിട്ട് കൃഷ്ണ നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, എന്താണ് നാഗാർജുന സാഗർ ഡാം എന്ന് പറയുന്നത്? എന്താണ് ഈ പറയുന്ന കൃഷ്ണ നദിക്ക് കുറുകെ, കൃഷ്ണ നദിക്ക് കുറുകെ ആണെന്ന് പറയുന്നത് തെലങ്കാനയിലെ ആന്ധ്രാപ്രദേശുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഡാം എന്ന് അറിയപ്പെടുന്ന ഡാം ഏതാണ്? ഈ പറയുന്ന നാഗാർജുന സാഗർ ഡാമാണ്. ഓക്കെ, 1955 നിർമ്മാണം ആരംഭിച്ച നാഗാർജുന സാഗർ ഡാം 1967 ചെയ്യുന്നത് കമ്മീഷൻ ചെയ്യുന്നത്. 1955 നിർമ്മാണം ആരംഭിച്ചു, 1967 കമ്മീഷൻ ചെയ്തു. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പൊ തെലങ്കാനയിൽ ആന്ധ്രാപ്രദേശുമായിട്ട് കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ഓക്കെ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ എന്താണ് മേസണറി ഡാം എന്ന് അറിയപ്പെടുന്നത് ഇതാണ് ഈ പറയുന്ന നാഗാർജുന സാഗർ ഡാമാണ്. ഓക്കെ, അടുത്തത് ശ്രീശൈലം ഡാം. ഏതാണ്? ശ്രീശൈലം ഡാം നോക്കാം. ശ്രീശൈലം കൃഷ്ണ നദിക്ക് കുറുകെയാണ് എന്ത് ചെയ്യുന്നത്? ഇതും സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറഞ്ഞ ശ്രീശൈലം ഡാമാണ് അല്ലേ. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലാണ് ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ കർണൂർ എന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറഞ്ഞ ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ 1960 നിർമ്മാണം ആരംഭിച്ച ശ്രീശൈലം 1981 എന്ത് ചെയ്തു? കമ്മീഷൻ ചെയ്യുകയായിരുന്നു. ഓക്കെ, പ്രധാനമായിട്ടും പഠിക്കേണ്ട എന്താണ്? കൃഷ്ണ നദിക്ക് കുറുകെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ല, ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണത്? ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത്. 1960 നിർമ്മാണം ആരംഭിച്ച് 1981 എന്ത് ചെയ്തു? കമ്മീഷൻ ചെയ്യുകയാണെന്ന് പറയുന്നത് ഈ കാണുന്ന ശ്രീശൈലം ഡാം എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്ത് നോക്കാം ബഗ്ലിഹാർ. എന്താണ് ബഗ്ലിഹാർ അണക്കെട്ട്? ബഗ്ലിഹാർ നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത്. ആ ബഗ്ലിഹാർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഈ പറയുന്ന ജമ്മു കാശ്മീരിലെ ചെനാബ് അല്ലെ, ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണെന്ന് പറയുന്നത് ബഗ്ലിഹാർ എന്ന് പറയുന്നത്. ജമ്മു കാശ്മീർ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പാക്കിയ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പറയുന്ന ബഗ്ലിഹാർ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കി പഠിക്കുക. എന്താണ്? ജമ്മു കാശ്മീർ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ്. ജമ്മു കാശ്മീർ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണെന്ന് പറയുന്നത് ആ ബഗ്ലിഹാർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഓക്കെ, കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ റംബാർ ജില്ലയിലാണ് ചെയ്യുന്നത് ബഗ്ലിഹാർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ജമ്മു കാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് റംബാൻ ജില്ലയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ്? ഈ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അവിടെ ചെനാബ് നദിക്ക് കുറിയാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ബഗ്ലിഹാറിൽ സ്ഥിതി ചെയ്യുന്നത് ബഗ്ലിഹാർ അണക്കെട്ടെന്ന് അറിയപ്പെടുന്നു. ജമ്മു കാശ്മീരിലെ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കിയ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പറയുന്നത് ബഗ്ലിഹാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഉക്കായ്. ഇതാണ് ഉക്കായ് അണക്കെട്ട്. ഉക്കായ് അണക്കെട്ട് നോക്കാം. ഗുജറാത്തിലെ താപ്തി നദിക്ക് കുറി നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണെന്ന് പറയുന്നത് ഉക്കായ് അണക്കെട്ട് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ താപ്തി നദിക്ക് കുറിയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഉക്കായ് അണക്കെട്ട്. നിർമ്മിച്ചിട്ടുള്ളത് വല്ലഭ് സാഗർ എന്നറിയപ്പെടുന്ന ഉക്കായ് ഡാമിന്റെ നിർമ്മാണം 1964 ചെയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 1972 പൂർത്തീകരിച്ച ഉക്കായ് അണക്കെട്ടിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ജലസേചനം, ജലവൈദ്യുതി, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയാണ്. ഓക്കെ, ഗുജറാത്തിൽ താപ്തി നദിക്ക് കുറിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് വല്ലഭ് സാഗർ എന്നും അറിയപ്പെടുന്ന ഉക്കായ് ഡാമിന്റെ നിർമ്മാണം എന്താണ് 1960 ആരംഭിച്ചിട്ടുണ്ടായത്. 72 എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു. ജലവൈദ്യുതി, അതേപോലെ എന്താണ് ആ വെള്ളപ്പൊക്കം തടയല്, അതേപോലെ എന്താണ് ഇറിഗേഷൻ എന്നിവ പ്രധാനപ്പെട്ട അതിന്റെ ഉപയോഗങ്ങളാണ്. ഓക്കെ, ഏത് നദിയിലാന്ന് നോക്കുക? താപ്തി നദി കുറിയാണ്, ഗുജറാത്തിലാണ്. ഓക്കെ, അടുത്തത് പോങ് അണക്കെട്ട്. എന്താണ് പോങ് അണക്കെട്ട്? എവിടെ നോക്കാം? ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറഞ്ഞ പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ്. ഓക്കെ, ഇതാണ് ശിവാലിക് മലനിരകളിലെ പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾക്കറിയാം ശിവാലിക് അല്ലേ, ഹിമാചൽ ശിവാലിക് എന്നറിയപ്പെടുന്ന ഹിമാലയങ്ങളെ തെരഞ്ഞിരിക്കുന്നത് ശിവാലിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പറഞ്ഞ പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പോങ് അണക്കെട്ട് മഹാറാണ പ്രതാപ് സാഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മണ്ണ് അണക്കെട്ടുകൾ ഒന്നാണ് ഈ പറഞ്ഞ പോങ് അണക്കെട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മണ്ണ് അണക്കെട്ട് എന്നറിയപ്പെടുന്ന അണക്കെട്ട് ഏതാണ്? ഈ പറയുന്ന എന്താണ് പോങ് അണക്കെട്ടാണ്. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്ന് അറിയപ്പെടുന്നത് ഏത് അണക്കെട്ടാണ്? ഈ പറഞ്ഞ പോങ് അണക്കെട്ടാണ്. ഓക്കെ, എവിടെയാണ്? ബിയാസ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. അതാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. നോക്കാം. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഉത്തർപ്രദേശിലെ റിഹാന്ത് ജില്ലയ്ക്ക് നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്ന് പറയുന്നത്. റിഹാന്ത് ഡാം എന്ന പേരിൽ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങളാണ് ഗോവിന്ദ് വല്ലഭ് സാഗർ എന്ന് പറയുന്നത്. ഓക്കെ, തൊട്ടുപോയി പറഞ്ഞിട്ടുള്ള അല്ലെ, തൊട്ടുമുമ്പ് പറഞ്ഞ തടാകമാണ് ഇതെന്ന് പറയുന്നത്. എന്താണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ റിഹാന്ത് ജില്ലയ്ക്ക്, അതാണ് ഉത്തർപ്രദേശിലെ UP-യിലെ റിഹാന്ത് എന്താണ് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്ന് പറയുന്നത്. റിഹാന്ത് ഡാം എന്ന പേരിലും ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങൾ ഒന്നാണ് ഈ പറയുന്ന എന്താണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്ന് പറയുന്നത്. തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ എന്താണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? മേട്ടൂർ ആണ്. ഓക്കെ, മേട്ടൂർ എന്ന് പറഞ്ഞ ഡാമാണ്. മേട്ടൂർ ഡാം നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് പറയുന്നത് മേട്ടൂർ ഡാം എന്നറിയപ്പെടുന്നതാണ്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഈ പറയുന്ന മേട്ടൂർ ഡാം എന്നറിയപ്പെടുന്നത്. കാവേരി നദിക്ക് കുറുകെയാണ് എന്ത് പറയുന്നത്? മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നതാണ്. കാവേരി നദിക്ക് കുറുകെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിക്ക് കുറുകെയാണ് ഇന്ത്യൻ കല്ലണയും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മേട്ടൂർ ഡാമിനോടനുബന്ധിച്ചുള്ള പാർക്കാണ് എല്ലിസ് പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മേട്ടൂർ ഡാമുമായിട്ട് അനുബന്ധിച്ച് കാണുന്ന പാർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നത്? എല്ലിസ് പാർക്കാണ്. അതാണ് മേട്ടൂർ ഡാമുമായിട്ട് അടുത്ത് കാണപ്പെടുന്ന പാർക്ക് ഏതാണ്? പറഞ്ഞ എല്ലിസ് പാർക്കാണ്. ഇതാണ് എല്ലിസ് പാർക്കാണ്. ഓക്കെ, മറക്കരുത്. ഓക്കെ, എവിടെയാണ്? തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഏതാണ്? കൊയ്ന എന്ന് പറയുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ കൊയ്ന നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണെന്ന് പറയുന്നത് കൊയ്ന ഡാം എന്ന് പറയുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണെന്ന് പറയുന്നത് കൊയ്ന എന്ന് പറയപ്പെടുന്നത്. സത്താറ ജില്ലയിൽ 1957 നിർമ്മാണം ആരംഭിച്ച കൊയ്ന 1960 ഇത് പൂർത്തീകരിക്കുന്നത്. ഓക്കെ, അതേപോലെ അടുത്ത് നോക്കാം. ഇതാണ് ഫറാക്ക് നോക്കാം. ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതായിട്ട് 1986 നിർമ്മിച്ചതാണ് ഫറാക്ക് അണക്കെട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫറാക്ക ബാരേജ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, 2304 മീറ്റർ നീളമുള്ള ഫറാക്ക് അണക്കെട്ട് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് ഹുഗ്ലി നദിയിലേക്ക് വെള്ളം തിരിച്ചുവിടുകയും കൊൽക്കത്ത തുറമുഖത്തെ അടിഞ്ഞു കൂടുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന അണക്കെട്ടാണ് ഈ പറയുന്ന ഫറാക്ക എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ പറയുന്ന ഹുഗ്ലി ഡാം അറിയാലേ?
അപ്പോൾ ഹൗറ ബ്രിഡ്ജൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹുഗ്ലി നദിക്ക് മുകളിലായിട്ടാണ്. ഈ പറഞ്ഞ ഹുഗ്ലി നദിയിൽ വെള്ളം കയറുന്നത്. അതേപോലെ കൊൽക്കട്ടയിൽ മറ്റു ടെക്കൽ അടിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നു നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ഫറാക്കയാണ്. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പറയുന്ന ഫറാക്ക അണക്കെട്ട് എന്ത് ചെയ്തത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത് നോക്കാം. അടുത്ത എന്താണ് കൃഷ്ണരാജ സാഗർ ഡാമാണ്. എന്താണ് കൃഷ്ണരാജ സാഗർ ഡാമാണ്. കാവേരി നദി കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണെന്ന് പറയുന്നത് കൃഷ്ണരാജ സാഗർ ഡാം എന്ന് പറയുന്നത്. കർണാടകയിലെ മാണ്ടിയിലാണ് എന്താണ് KRS എന്ന ചുരുക്കപ്പിൽ പ്രസിദ്ധി ആർജിച്ച കൃഷ്ണരാജ സാഗർ ഡാം എന്ന് പറയുന്നത്. KRS എന്നറിയപ്പെടുന്ന കൃഷ്ണരാജ സാഗർ ഡാം എന്നറിയപ്പെടുന്നത് KRS. ഓക്കെ, കൃഷ്ണരാജ സാഗർ ഡാം എന്നറിയപ്പെടുന്നത് പ്രശസ്ത ആർജിച്ച അണക്കെട്ടാണ് ഈ പറയുന്നത് കൃഷ്ണരാജ സാഗർ ഡാം എന്നറിയപ്പെടുന്നത്. 1915 നിർമ്മാണം ആരംഭിച്ച കൃഷ്ണരാജ സാഗർ ഡാം 1938 എന്ത് ചെയ്തു നിർമ്മാണം പൂർത്തിയാക്കി. 15 നിർമ്മാണം ആരംഭിച്ചു, 38 എന്ത് ചെയ്തു നിർമ്മാണം പൂർത്തിയാക്കി. അടുത്ത് നോക്കാം ദാമോദർ ഡാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഈ പറയുന്നത് ദാമോദർ നദി അണക്കെട്ടെന്ന് പദ്ധതി പറയുന്നത്. US-ലെ ടെൻസി വാലി അതോറിറ്റിയുടെ മാതൃക നിർമ്മിച്ചിട്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന എന്താ പറയുക ദാമോദർ അണക്കെട്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്ത് പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ്, US-ലെ എന്താണ് ടെൻസി വാലി അതോറിറ്റിയുടെ മാതൃക നിർമ്മിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന ദാമോദർ പദ്ധതി എന്ന് പറയുന്നത്. വിവിധോദ്ദേശ പദ്ധതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഈ പറയുന്നത് ദാമോദർ എന്ന് പറയുന്നത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് ദാമോദർ നദിയുടെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ ഭഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ജാർഖണ്ഡും പശ്ചിമ ബംഗാൾ, അതായത് ഇപ്പോൾ ജാർഖണ്ഡും വെസ്റ്റ് ബംഗാളും. എന്താണ് തില്ലയ്യ, അതെന്താ മൈത്തൺ, പാൻ ചെയ്ത്, കൊണാർ എന്നിവയാണ് ദാമോദർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ എന്നറിയപ്പെടുന്നത്. ദാമോദർ വാലി പദ്ധതിയിലെ ആദ്യ അണക്കെട്ടായിട്ടുള്ള തിലയ്യ ബരാക്കർ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ നദിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് തിലയ്യ ബരാക്കർ എന്ന് പറയുന്ന നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന ദാമോദർ എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദാമോദർ ഡാം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന തിലയ്യ ബരാക്കർ എന്ന് പറയുന്ന ഈ പറഞ്ഞ നദിയിലാണ് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വിവിധോദ്ദേശ പദ്ധതിയിൽ ഒന്നാണ് ഈ പറഞ്ഞ ദാമോദർ എന്ന് പറയുന്നത്. US-ൽ എന്താണ് ടെൻസി വാലി അതോറിറ്റിയുടെ എന്താണ് മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ദാമോദർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ് അലമാട്ടി എന്ന് പറയുന്നതാണ്. അലമാട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദി കുറുകെ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന അലമാട്ടി എന്ന് പറയുന്നത്. കൃഷ്ണ നദി കുറുകെ സ്ഥിതി ചെയ്യുന്ന അടുത്ത ഡാം എന്ന് പറയുന്നതാണ് അലമാട്ടി ഡാം എന്നറിയപ്പെടുന്നത്. കർണാടകയിലെ ബീജാപൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പറയുന്ന നമ്മുടെ ഈ അലമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നറിയപ്പെടുന്ന അണക്കെട്ടാണെന്ന് ഈ പറയുന്ന അൽമാട്ടി ഡാം. ഇപ്പൊ പ്രധാനമായിട്ടും പഠിച്ചു നോക്കേണ്ടത് എന്താണ് അൽമാട്ടി ഡാമിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് എന്നാണ്. എന്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് എന്നാണ്. ഓക്കെയാണ്, ലാൽ ബഹദൂർ ശാസ്ത്രി അണക്കെട്ട് അറിയപ്പെടുന്ന ഡാം ഏതാണ് ഈ പറയുന്ന അലമാട്ടി ഡാമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അതേപോലെ നമ്മുടെ ASLB അക്കാഡമി നമ്മുടെ ഒറ്റ കോഴ്സിൽ 5 പരീക്ഷകൾ നിങ്ങൾക്ക് പാസ്സാക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സോട്ടം വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBC പറയുന്ന എക്സാമുകളിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ് നമ്മുടെ ASLB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് സെക്ഷൻസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, അതായത് സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ സെക്ഷൻസുകളൊക്കെ ഉണ്ട്. ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തൊരു സംശയം എന്തുകൊണ്ട് എന്ത് ചെയ്യാം ഉടനെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് എല്ലാ ഡൗട്ടും നമ്മൾ എന്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ചെയ്ത് ASLB അക്കാഡമി പറയുന്ന ഒറ്റ കോഴ്സിൽ 5 പരീക്ഷകൾ പാസ്സാക്കി നമ്മുടെ കോഴ്സുമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് പാക്കേജ് ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന ASLB ആപ്പ് ASLB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കോഴ്സുമായി ബന്ധപ്പെട്ട ഏത് സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യും നമുക്ക് ദൂരീകരിച്ച് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം എന്ത് പ്രധാനപ്പെട്ട ഡാമുകൾ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, ഇത് നോക്കി പോകുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് നന്നായിരിക്കും. ഓക്കെ, ഇത്രയും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തുന്നു.